നമസ്കാരം, ദിശ PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആനുകാലികവുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം ശ്രദ്ധിച്ചോ. എന്താണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ, ഈ പേര് പഠിച്ചു വെച്ചോളണം, അബൂബക്കർ അൽ ബാഗ്ദാദി. ഓക്കെ, ഓർത്തു വെച്ചോളണം കേട്ടോ. അബൂബക്കർ അൽ ബാഗ്ദാദിയെ അമേരിക്കൻ സേന വധിച്ച ഓപ്പറേഷന്റെ പേര് കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ക്ലിയർ ഉണ്ടോ? ഭീകര സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലവനായിട്ടുള്ള അബൂബക്കർ അൽ ബാഗ്ദാദിയെ അമേരിക്കൻ സേന വധിച്ച ഓപ്പറേഷൻ ഏതാണ്? കിടപ്പുണ്ട്, ഓപ്പറേഷൻ കായിലമുള്ളർ. ഓർത്തു വെച്ചോളണേ, ഓപ്പറേഷൻ കായിലമുള്ളർ. ക്ലിയർ അല്ലേ? ഭീകര സംഘടനയായിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെ അമേരിക്കൻ സേന വധിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കായിലമുള്ളർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഓപ്പറേഷനെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു നായ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശ്വാനം എന്ന് പറയും. എന്താണ്? നായയാണ്. ഓക്കെ, പ്രധാന പങ്ക് വഹിച്ച ഒരു നായയുണ്ട്. ആ നായയുടെ പേര് ഓർത്തു വെച്ചേക്കുക, കോനൻ എന്നാണ്. ഓർത്തു വെച്ചോണേ, കോനൻ എന്നാണ് ആ നായയുടെ പേര്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ കോനൻ വിഭാഗത്തിൽപ്പെട്ട നായകളെയാണ് നമ്മുടെ കേരള പോലീസ് വാങ്ങാൻ പോകുന്നത് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? എന്താണ്? അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിച്ച ഓപ്പറേഷൻ കായിലമുള്ളർ എന്ന് പറഞ്ഞു. അതിൽ സുപ്രധാന പങ്കുവഹിച്ച ഒരു നായ അല്ലെങ്കിൽ ഒരു പട്ടി ഉണ്ട് എന്ന് ഓർത്തു വെച്ചേക്കുക. അതിന്റെ പേരാണ് കോനൻ എന്ന് പറഞ്ഞു. അപ്പോൾ കോനൻ ഉൾപ്പെടുന്ന എന്താണ് ശ്വാനവർഗത്തെ അല്ലെങ്കിൽ എന്താണ് നായ വർഗത്തെയാണ് കേരള പോലീസ് സ്വന്തമാക്കാൻ പോകുന്നത് കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. എന്താണ്? ഇന്ത്യ MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്ന വിദേശ രാജ്യം. ഓക്കെ, ഒരു യുദ്ധ സാമഗ്രിയാണ് പരിചയപ്പെടുത്തുന്നത്. MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഏത് വിദേശ രാജ്യത്ത് നിന്നാണ്? ഓർത്തു വെച്ചോളണം, അത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ, പലതവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഏത്? നമ്മുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന വിദേശ രാജ്യം അറിയാമല്ലോ, അത് ഫ്രാൻസ് ആണ്. ഓക്കെ, അത് കണക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ഒരു യുദ്ധ സാമഗ്രിയാണ് ഇത്. ഓക്കെ, ഇതേപോലെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ സ്വന്തമാക്കിയ മറ്റൊരു സാധനമാണ് ഏത്? ഹാർപൂൺ മിസൈലുകൾ. ഓക്കെ, ഹാർപൂൺ മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്നത് ഏത് വിദേശ രാജ്യത്ത് നിന്നാണ്? അതും അമേരിക്കയിൽ നിന്നാണ്. അതേപോലെ മറ്റൊരു യുദ്ധ സാമഗ്രിയുണ്ട്, ടോർപെഡോസുകൾ വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അതും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന സാധനങ്ങൾ ഏതാണ്? 3 പരിചയപ്പെടുത്തി. ഏതാണ്? MH-60 റോമിയോ സീഹോക്ക് ഹെലികോപ്റ്റർ, ഏത്? ഹാർപൂൺ മിസൈലുകൾ, ടോർപെഡോസുകൾ. 3 അമേരിക്കയിൽ നിന്നാണ് എന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. അടുത്തിടെ ഇന്ത്യയിൽ നിലവിൽ വന്ന കൽബുർഗ് എയർപോർട്ട്. ഓക്കെ, ആ പേര് ഓർത്തു വെച്ചേക്കുക, കൽബുർഗ് കേട്ടോ. കൽബുർഗ് എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത്? ഓക്കെ, ഇന്ത്യയിൽ അടുത്തിടെ നിലവിൽ വന്ന കൽബുർഗ് എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ഓർത്തു വെച്ചോളണം, അത് കർണാടകയിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, കർണാടകയിൽ പുതുതായിട്ട് വന്ന എയർപോർട്ടാണ് കൽബുർഗ് എയർപോർട്ട്. ഓക്കെ, അപ്പൊ കർണാടകയിലെ ബാംഗ്ലൂർ എല്ലാവർക്കും അറിയാമല്ലോ. കർണാടകയിലെ ബാംഗ്ലൂരിലെ പ്രശസ്തമായിട്ടുള്ള എയർപോർട്ട് ഏതാണ്? അത് കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് എന്ന് മനസ്സിൽ ഓർത്തു വെച്ചോളുക. മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, കർണാടകയുടെ പുതിയൊരു ചോദ്യം പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഇന്ത്യയിൽ സ്വന്തമായി ലോഗോ കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് കർണാടകയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്വന്തമായി ലോഗോ കൊണ്ടുവന്ന ആദ്യ നഗരം ചോദിച്ചാൽ ഏതാണ്? അത് ബാംഗ്ലൂരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതും ഇവിടെ കർണാടകയിൽ തന്നെയല്ലേ? അപ്പോൾ അത്രയും പോയിന്റുകൾ അവിടെ ചിന്തിച്ച് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ കിട്ടുന്നുണ്ടോ? ഇന്ത്യയിൽ അടുത്തിടെ നിലവിൽ വന്ന കൽബുർഗ് എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? അത് കർണാടകയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കർണാടകയാണ് എന്ത് കൊണ്ടുവന്ന, ഇന്ത്യയിൽ സ്വന്തമായി ലോഗോ കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടകയാണ്. ഇന്ത്യയിൽ സ്വന്തമായി ലോഗോ കൊണ്ടുവന്ന ആദ്യ നഗരം ചോദിച്ചാൽ അത് കർണാടകയിലെ തന്നെ ബാംഗ്ലൂർ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, അടുത്തിടെ സ്വന്തമായി ലോഗോ കൊണ്ടുവന്ന ഇന്ത്യയിലെ സംസ്ഥാനം എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് മറ്റൊരു സംസ്ഥാനം, അത് ജാർഖണ്ഡ് ആണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അത്രയും പോയിന്റുകളാണ് ഓർത്തിരിക്കേണ്ടത്.
അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചോ. അടുത്തിടെ അന്തരിച്ച ബാർകോഡിന്റെ പിതാവ്. ഓക്കെ, അടുത്തിടെ അന്തരിച്ച ബാർകോഡിന്റെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? ദാ ഓർത്തു വെച്ചോളണം, ജോർജ് ലൗറർ. കിട്ടുന്നുണ്ടോ? ജോർജ് ലൗറർ എന്നോ ജോർജ് ലോറർ എന്നോ എന്തൊക്കെ കേട്ടാൽ ഓർത്തു വെച്ചേക്കുക. അദ്ദേഹം ബാർകോഡിന്റെ പിതാവാണ്, അടുത്തിടെ മരണപ്പെട്ടു പോയി. കിട്ടുന്നുണ്ടോ? അത് ജോർജ് ലൗറർ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു ജോർജിനെ പരിചയപ്പെടുത്തട്ടോ. ഏതാണ്? ജോർജ് സ്റ്റീഫൻസൺ. കേട്ടിട്ടുണ്ടോ? ജോർജ് ജോർജ് സ്റ്റീഫൻസൺ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചതാണ്? അദ്ദേഹം റെയിൽവേ എഞ്ചിന്റെ പിതാവാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഏതാണ്? റെയിൽവേ, നമ്മുടെ ട്രെയിനിന്റെ എഞ്ചിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ ജോർജ് സ്റ്റീഫൻസൺ എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻസ് പറഞ്ഞത്? എന്താണ്? അടുത്തിടെ അന്തരിച്ച ബാർകോഡിന്റെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ ജോർജ് ലൗറർ. എന്നാൽ ആദ്യമായി ഇന്ത്യൻ റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ച വ്യക്തി എന്ന് വെച്ചാൽ ആരാണ്? അത് ജോർജ് സ്റ്റീഫൻസൺ ആണെന്ന് കൂടി മറക്കാതെ ഓർത്തു വെച്ചിരിക്കുക. അതായത് ചോദ്യം ശ്രദ്ധിച്ചോ. ബലാത്സംഗ കേസുകളിൽ 21 ദിവസത്തിനുള്ളിൽ, ഓക്കെ, ബലാത്സംഗ കേസുകളിൽ 21 ദിവസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിശ ബില്ല്, ഓർത്തു വെച്ചോളണേ, ദിശ ബില്ല് പാസാക്കിയ ഇന്ത്യ സംസ്ഥാനം. ഓക്കെ, ബലാത്സംഗ കേസുകളിൽ 21 ദിവസത്തിനകം വധശിക്ഷ നടപ്പിലാക്കുന്ന ദിശ ബില്ല് പാസാക്കിയ ഇന്ത്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ദിശയെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ, കേരളത്തിൽ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? അതും മറ്റൊരു ദിശയല്ലേ? അത് ദിശ 1056 ആണ് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ പോയിന്റുകളെല്ലാം കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്? ബലാത്സംഗ കേസുകളിൽ 21 ദിവസത്തിനകം വധശിക്ഷ നടപ്പിലാക്കുന്ന ദിശ ബില്ല് പാസാക്കിയ ഇന്ത്യ സംസ്ഥാനം. അത് ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ മറ്റൊരു ദിശ പരിചയപ്പെടുത്തി. എന്താണ്? കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയായിട്ട് എന്താണ് കേരള സർക്കാർ, കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ ആവിഷ്കരിച്ച എന്താണ് ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ ഏതാണ്? അതും മറ്റൊരു ദിശയാണ്. അത് ദിശ 1056 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആണെന്ന് കൂടി ഇവിടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ, പേര് പഠിച്ചു വെച്ചോളണം, സഫിൻ ഹസൻ. കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറായി നിയമിതനായ വ്യക്തി ആരാണ്? സഫിൻ ഹസൻ ആണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് വയസ്സ്? ഓർത്തു വെച്ചോളണം, 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏത് സംസ്ഥാനക്കാരനാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം, ഗുജറാത്ത് ആണ് സ്വദേശം എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ IPS ആണ് പരിചയപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ആരാണ്? സഫിൻ ഹസൻ. ഓക്കെ, ഏത് സംസ്ഥാനക്കാരനാണ്? ഗുജറാത്ത് സംസ്ഥാനക്കാരനാണ്. പ്രായം എത്രയാണ്? 22 വയസ്സാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരെ കൂടെ പരിചയപ്പെടുത്താം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പോലീസ് ഉദ്യോഗസ്ഥയായി നിയമിതനായ വ്യക്തി ആരാണ്? പേര് ഓർത്തു വെച്ചോളണം, പൃഥിക യാഷിനി ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ട്രാൻസ്ജെൻഡർ പോലീസ് ഉദ്യോഗസ്ഥയായി നിയമിതനായ വ്യക്തി ആരാണ്? പൃഥിക യാഷിനി ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഏതാണ് സംസ്ഥാനം? അത് തമിഴ്നാട്ടിലാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പോലീസ് ഉദ്യോഗസ്ഥ ആരാണ്? പൃഥിക യാഷിനി, തമിഴ്നാട്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. എന്താണ്? ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഉച്ചാരണം മെച്ചപ്പെടുത്തുന്നതിനായി വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ ഓർത്തു വെച്ചോളണം. ഏതാണ്? ഇംഗ്ലീഷ് പ്രോ ആണ്. ഇംഗ്ലീഷ് പ്രോ കിട്ടുന്നുണ്ടോ? ക്ലിയർ അല്ലേ? എന്താണ് പറഞ്ഞത്? ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി എന്താണ്? ഇംഗ്ലീഷിലെ ഉച്ചാരണത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയായിട്ട് വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഇംഗ്ലീഷ് പ്രോ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്തോ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് നാഗാലാൻഡ് ആണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക. കിട്ടുന്നുണ്ടോ? നാഗാലാൻഡ്. ഓക്കെ, മറ്റൊരു പ്രത്യേകത ഇംഗ്ലീഷ് ലാംഗ്വേജിനുണ്ട്. എന്താണ് പ്രത്യേകത? ഏറ്റവും കൂടുതൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വാക്കുകൾ ഉള്ള ഭാഷ എന്ന് ചോദിച്ചാലും ഇംഗ്ലീഷ് തന്നെയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ എന്തൊക്കെ പോയിന്റുകൾ കിട്ടുന്നുണ്ട്? എന്താണ്? ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉച്ചാരണം മെച്ചപ്പെടുത്താൻ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് പ്രോ. നാഗാലാൻഡും ഇംഗ്ലീഷും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ മറ്റൊരു പോയിന്റ്, ലോകത്തിൽ ഏറ്റവും അധികം വാക്കുകൾ ഉള്ള ഭാഷ എന്ന് ചോദിച്ചാലും ഇംഗ്ലീഷ് ആണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക.
അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12000 റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡിന് അർഹനായ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. ഓർത്തു വെച്ചോളണേ, വിരാട് കോഹ്ലിയാണ്. കിട്ടുന്നുണ്ടോ? വിരാട് കോഹ്ലി ഏത് സംസ്ഥാനക്കാരനാണ്? വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കുക, ന്യൂഡൽഹിയാണ് സ്വദേശം. ഓക്കെ, ഓർത്തു വെച്ചോളണേ, ന്യൂഡൽഹിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആണ്. അദ്ദേഹത്തിന് എന്ത് റെക്കോർഡാണ് ഇപ്പോൾ ലഭിച്ചത്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12000 റൺസ് തികയ്ക്കുന്ന താരമാണ് വിരാട് കോഹ്ലി. ക്ലിയർ അല്ലേ? വിരാട് കോഹ്ലി എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്? അതാ ഈ കമ്പനി കേട്ടിട്ടുണ്ടോ? സ്പോർട്സ് ബ്രാൻഡ് ആയിട്ടുള്ള അമേരിക്കൻ ടൂറിസ്റ്റർ. ഓക്കെ, അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് വിരാട് കോഹ്ലി എന്ന് അറിഞ്ഞിരിക്കുക. വിരാട് കോഹ്ലിയാണ് എന്തെന്നറിയപ്പെടുന്നത്? അതാ ഈ പേരിൽ കേട്ട് കാണുമോ? ചിക്കു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? അതും വിരാട് കോഹ്ലി തന്നെയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ പറഞ്ഞ പോയിന്റുകളെല്ലാം കിട്ടുന്നുണ്ടോ? എന്താണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 12000 റൺസ് തികച്ച താരം ആരാണ്? വിരാട് കോഹ്ലിയാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്? പ്രശസ്ത സ്പോർട്സ് ബ്രാൻഡ് ആയിട്ടുള്ള അമേരിക്കൻ ടൂറിസ്റ്ററിന്റെ ബ്രാൻഡ് അംബാസഡർ ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. പിന്നെ എന്താണ്? ചിക്കു എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് ചോദിച്ചാൽ ആര് ആണ്? വിരാട് കോഹ്ലിയാണെന്ന് അറിഞ്ഞിരിക്കുക. വിരാട് കോഹ്ലി ഏത് സംസ്ഥാനക്കാരനാണ്? ന്യൂഡൽഹിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ. ടോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിപ്പാട്ടങ്ങൾ. ഓക്കെ, അപ്പൊ കളിപ്പാട്ട നിർമ്മാണശാല നിലവിൽ വരുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്. അതായത് ഈ സ്ഥലം ഓർത്തു വെച്ചോളണം, കോപ്പാല എന്ന സ്ഥലത്താണ്. കോപ്പാല ഏത് സംസ്ഥാനത്താണ്? അത് കർണാടകയിലാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. കിട്ടുന്നുണ്ടോ? കർണാടകയിലാണ്. കിട്ടുന്നുണ്ടോ? ഇന്ത്യയിലെ ആദ്യത്തെ ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന സ്ഥലം അത് കോപ്പാലയാണ്, കർണാടക സംസ്ഥാനത്താണ്. അപ്പോൾ കർണാടകയുടെ മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്തട്ടോ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം, അതിപ്പോൾ കർണാടകയാണ്. കിട്ടുന്നുണ്ടോ? ഇന്ത്യയിൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ്. നേരത്തെ അത് ഗുജറാത്ത് സംസ്ഥാനമായിരുന്നു. ഓർത്തു വെച്ചോളണേ. അതുപോലെ തന്നെ കർണാടകയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു സാധനമാണ് സൂര്യകാന്തി. ഓക്കെ, സൂര്യകാന്തി പുഷ്പങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാലും അത് കർണാടക തന്നെയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ. 2020 അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന വ്യക്തി. കിട്ടുന്നുണ്ടോ? 2020 അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവ് ആരാണ്? ഓർത്തു വെച്ചോണം, ഗോവിന്ദ് സ്വരൂപ്. ഓർത്തു വെച്ചോണേ, ആരാണ്? ഗോവിന്ദ് സ്വരൂപ്. ഇന്ത്യൻ ആസ്ട്രോണമിയുടെ പിതാവ് എന്ന വിശേഷണത്തിന് അർഹനായിരുന്ന വ്യക്തി ഗോവിന്ദ് സ്വരൂപ്. ഓക്കെ, അപ്പോൾ മറ്റൊരു സ്വരൂപിനെ പരിചയപ്പെടുത്തട്ടോ. എന്താണ്? ശാന്തി സ്വരൂപ് ഭട്നഗർ. കേട്ടിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ നമ്മുടെ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു. ആര്? അത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോളണേ, അത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആയിരുന്നു. ഓക്കെ, ഭട്നഗർ എന്താണ് പ്രത്യേകത? UGCയുടെ ആദ്യത്തെ ചെയർമാൻ, UGCയുടെ ആദ്യത്തെ ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് ആര്? വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തി ആരാണ്? അത് ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ഇത് ഗോവിന്ദ് സ്വരൂപാണ്. ക്ലിയർ അല്ലേ? ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവായിരുന്നു എന്നുകൂടി തിരിഞ്ഞു പോകാതെ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. ഒരു കമ്പൈൻഡ് മിലിറ്ററി എക്സർസൈസ് ആണ്, ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ പേര് ഓർത്തു വെച്ചോളണം. ഏതാണ്? നോക്കൂ, ജിമെക്സ്. എന്താണ്? ജിമെക്സ്. JIMEX എന്നാണ് എഴുതിയിരിക്കുന്നത്. ജിമെക്സ് 2020 സൈനിക അഭ്യാസം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ജിമെക്സ് എന്ന പേരിലുള്ള സംയുക്ത സൈനിക അഭ്യാസം നടന്നത് എന്നാണ് ചോദ്യം. ജിമെക്സ്, ആ ജെ തന്നെ നമുക്ക് എടുക്കാം. ആ ജെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഏതാണ്? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസമായിരുന്നു ജിമെക്സ് 2020 എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ വരുന്നു ജപ്പാൻ എന്നുള്ളൊരു ചോദ്യം പിടിച്ചോ. ജപ്പാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ പ്രവർത്തിക്കുന്ന രാജ്യം എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം, അതും ജപ്പാൻ തന്നെയാണ്. കിട്ടുന്നുണ്ടോ? പിന്നെ മറ്റൊരു ചോദ്യം അറിയാമല്ലോ, നമ്മുടെ എന്താണ് 2020 ഒളിമ്പിക്സ് അറിയാമല്ലോ, ടോക്കിയോയിലാണ്, അതും ജപ്പാനിൽ വെച്ചാണ് നടന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ചോദ്യം അവിടെ കഴിയുന്നു. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇന്ത്യയും ഏത്
രാജ്യവും തമ്മിലുള്ള ഏതാണ് സൈനിക അഭ്യാസം, വീണ്ടും വരുന്നു, സംയുക്ത സൈനിക അഭ്യാസമാണ് പരിചയപ്പെടുത്തുന്നത്. ഏതാണ് സൈനിക അഭ്യാസത്തിന്റെ പേര് ഇവിടെ ഉണ്ട്, എന്താണ്? ബോൻഗോ സാഗർ. കിട്ടുന്നുണ്ടോ? ബോൻഗോ സാഗർ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. അപ്പോൾ ബോൻഗോ അറിയാമല്ലോ, ബ എന്നുള്ള ആ ലെറ്റർ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഏതാണ്? ബംഗ്ലാദേശ് ആണ്. കിട്ടുന്നുണ്ടോ? ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈന്യാഭ്യാസമാണ് ബോൻഗോ സാഗർ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. അപ്പോൾ ബംഗ്ലാദേശിന്റെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കേട്ടിട്ടുണ്ടോ? ഏതാണ്? അത് കബഡിയാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? കബഡിയാണ്. ഓക്കെ, അപ്പൊ രണ്ട് സൈനിക അഭ്യാസങ്ങൾ ഇവിടെ ചോദിച്ചാലും കിട്ടുന്നുണ്ടല്ലോ. എന്താണ്? ഒന്ന് ജിമെക്സ് 2021, ആ ജെ വെച്ച് കണക്ട് ചെയ്യുക, ഇന്ത്യയും ജപ്പാനും തമ്മിൽ. പിന്നെ പറഞ്ഞത് എന്താണ്? ബോൻഗോ സാഗർ എന്ന സൈനിക അഭ്യാസം, ആ ബി വെച്ച് കണക്ട് ചെയ്ത് വെച്ചോളണം. ഏതാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? കബഡിയാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? അത് 7 പേരാണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം പിടിച്ചോ. എന്താണ്? അടുത്തിടെ അന്തരിച്ച തരുൺ ഗൊഗോയി ഏത് സംസ്ഥാനത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അടുത്തിടെ അന്തരിച്ച തരുൺ ഗൊഗോയി എന്ന വ്യക്തി ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ CM ആയിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓർത്തു വെച്ചോളണം, ഏത് സംസ്ഥാനമാണ്? അത് ആസാമിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കണം, ആസാമിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഓർത്തു വെച്ചോളണേ, അത് ഹിമന്ത. പഠിച്ചു വെച്ചോളണം, ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. കിട്ടുന്നുണ്ടോ? അപ്പോൾ അടുത്തിടെ മരണപ്പെട്ട ആസാമിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് തരുൺ ഗൊഗോയി ആണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തത് ആസാമിന്റെ നിലവിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ വ്യക്തിയാണ്, ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. മലയാളിക്ക് ആധുനിക കൃഷിരീതിയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ കാർഷിക ശാസ്ത്രജ്ഞൻ അടുത്തിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര്. ചോദ്യം ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ്? മലയാളിക്ക് ആധുനിക രീതിയിലുള്ള കൃഷിയെ പറ്റിയുള്ള അവബോധം നൽകിയ ഒരു ശാസ്ത്രജ്ഞൻ അടുത്തിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഓർത്തു വെച്ചേക്കുക. ആരാണ്? അത് ആർ ഹേലി എന്നുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, കൃഷി ശാസ്ത്രജ്ഞനാണ്, കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ആർ ഹേലിയാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആർ ഹേലിയെ പറ്റി പറയുമ്പോൾ മറ്റൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തട്ടോ. ആരാണ്? ആർ ഹട്ടൺ. കേട്ട് കാണുമോ? ആർ ഹട്ടൺ എന്നുള്ള വ്യക്തി. അതെന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് ഗഗൻയാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ഗഗൻയാൻ പദ്ധതി 2022 കൂടി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ പോകുന്ന ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് ഓർത്തു വെച്ചേക്കണം. ആ ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറാണ് ആർ ഹട്ടൺ. ഓക്കെ, ഇത് ആരാണ്? ഇത് ആർ ഹേലിയാണ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? അത് കേരളീയർക്ക് എന്താണ് മലയാളികൾക്ക് ആധുനിക കൃഷി രീതിയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ കാർഷിക ശാസ്ത്രജ്ഞനാണ് ആർ ഹേലി. ഓക്കെ, മറ്റത് ആർ ഹട്ടൺ ആണ്. രണ്ടും കൂടെ തിരിഞ്ഞു പോകാതെ ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം കേട്ടോ. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് ഇന്ത്യൻ സംഗീതജ്ഞന്റെ പേരാണ് പുതുതായി കണ്ടെത്തിയ കുള്ളൻ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ഏതാണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏത് ഇന്ത്യൻ സംഗീതജ്ഞന്റെ പേരാണ് പുതുതായി കണ്ടെത്തിയ കുള്ളൻ ഗ്രഹത്തിന് നൽകിയത് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ വ്യക്തിയെ പഠിച്ചു വെച്ചോളണം. ആരാണ്? പണ്ഡിറ്റ് ജസ്രാജ് ആണ്. പണ്ഡിറ്റ് ജസ്രാജ്. ഓക്കെ, അദ്ദേഹം ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രഗത്ഭനായിരുന്നു. ഏതാണ്? ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു പണ്ഡിറ്റ് ജസ്രാജ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് പുതുതായി കണ്ടെത്തിയ കുള്ളൻ ഗ്രഹത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പേര് നൽകിയത് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പണ്ഡിറ്റ് ജസ്രാജ് ആണ്. എന്നാൽ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തട്ടോ. ആരാണ്? ശ്രദ്ധിച്ചോ, പണ്ഡിറ്റ് രാം നാരായൺ. കേട്ട് കാണോ? പണ്ഡിറ്റ് രാം നാരായൺ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം. ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് സാരംഗിയാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? രണ്ട് ചോദ്യങ്ങൾ കിട്ടുന്നുണ്ടോ? എന്താണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അടുത്തിടെ പേര് നൽകിയ അല്ലെങ്കിൽ പുതുതായി കണ്ടെത്തിയ കുള്ളൻ ഗ്രഹത്തിന് ആരുടെ പേരാണ് നൽകിയത്? അത് പണ്ഡിറ്റ് ജസ്രാജിന്റെ പേരാണ്. അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രഗത്ഭനായ വ്യക്തിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ മറ്റൊരു പണ്ഡിറ്റിനെ പരിചയപ്പെടുത്തി. പണ്ഡിറ്റ് രാം നാരായൺ എന്ന വ്യക്തി. അദ്ദേഹം ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അത് സാരംഗി വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് കൂടി തിരിഞ്ഞു പോകാതെ ഓർത്തു വെച്ചിരിക്കുക.
അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ഒരു മറ്റൊരു മിലിറ്ററി എക്സർസൈസ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു സംയുക്ത സൈനികാഭ്യാസത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓർത്തോളണം, എന്താണ് സ്ലിനെക്സ്. ഓക്കെ, സ്ലിനെക്സ് എന്ന പേരിൽ നാവിക അഭ്യാസം നടത്തിയത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ്, മറ്റേത് സ്ലിനെക്സ് എസ് വെച്ച് കണക്ട് ചെയ്യാം, ഏതാണ്? ശ്രീലങ്കയാണ്. കിട്ടുന്നുണ്ടോ? അപ്പൊ താഴെ പറഞ്ഞവയിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന സംയുക്ത സൈനികാഭ്യാസം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്ത് വെച്ചോളണം, അത് സ്ലിനെക്സ് ആണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ശ്രീലങ്ക അറിയാമല്ലോ, എന്താണ്? ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക എന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റൊരു ഓപ്പറേഷൻ കൂടെ, അല്ലെങ്കിൽ മറ്റൊരു സൈനിക അഭ്യാസം കൂടെ ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ മറ്റൊരു സൈനിക അഭ്യാസം കൂടെ നടന്നിട്ടുണ്ട്. എന്താണ്? മിത്രശക്തി. ഓക്കെ, മിത്രശക്തി എന്ന പേരിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? അതും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? മിത്രശക്തി, സ്ലിനെക്സ്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓർത്തു വെച്ചോളണം, അത് ഉത്തര കൊറിയയാണ്. ക്ലിയർ അല്ലേ? രണ്ട് ചോദ്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? സ്ലിനെക്സ് നാവികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ? ഇന്ത്യ, ശ്രീലങ്ക. ക്ലിയർ അല്ലേ? ഇന്ത്യ ശ്രീലങ്കയും തമ്മിലുള്ള മറ്റൊരു അഭ്യാസം പരിചയപ്പെടുത്തി, അത് മിത്രശക്തിയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം, അത് ഉത്തര കൊറിയയാണെന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ചൈന അതിർത്തിയിൽ ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കരസേന നടത്തിയ പർവ്വതാരോഹണ ദൗത്യത്തിന്റെ പേര് പഠിച്ചു വെച്ചോളണം, ആർമെക്സ് 21. കിട്ടുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? പറഞ്ഞ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താണ്? ചൈനയുടെ അധീനതയിലുള്ള ഇന്ത്യൻ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിനെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയായിട്ട് ഇന്ത്യൻ സേന നടത്തിയ പർവ്വതാരോഹണ ദൗത്യമാണ് പരിചയപ്പെടുത്തിയത്. അതാണ് ആർമെക്സ് 21 എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയെ പറയുന്ന പേര് നമുക്കറിയാം, അത് മക്മോഹൻ ലൈനാണ്, അല്ലെങ്കിൽ മറ്റൊരു പേര് അത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണ് എന്നുകൂടി ഇവിടെ ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.